ഗോപികൃഷ്ണൻ ചൂരൽമലയിൽ നിന്ന് തത്സമയമുണ്ട്. അദ്ദേഹത്തിനൊപ്പം മന്ത്രി പി രാജീവ് കൂടിയുണ്ട്. ചൂരൽമലയിലും പരിശോധന നടക്കുന്നുണ്ട്. അവിടെ ഐബോർഡ് പരിശോധന ഉൾപ്പെടെയാണ് നിലവിൽ നടക്കുന്നത്. നമുക്കറിയുന്നത് പോലെ ഈ നിലവിൽ 357 എന്ന കണക്ക് 206 പേരെ കാണാനില്ല എന്നൊക്കെയുള്ളതാണ്. എന്നാൽ അതിൽ കൂടുതൽ ആളുകളെ കാണാനില്ല എന്നുള്ളതിൽ തർക്കമില്ല. പരിശോധനയാണ്. വ്യവസായ മന്ത്രി ശ്രീ പി രാജീവ് എന്നോടൊപ്പമുണ്ട്. അദ്ദേഹം ഈ പ്രദേശങ്ങൾ, ഈ മേഖലയിൽ വന്ന് ഈ പ്രദേശങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന കാര്യം ഉദ്യോഗസ്ഥർ അദ്ദേഹത്തോട് വിശദീകരിക്കാം. അദ്ദേഹം ആ കാര്യങ്ങൾ നോക്കുമായിരുന്നു. മിനിസ്റ്റർ, ഇപ്പോൾ ഇന്നത്തെ പരിശോധന വളരെ പ്രധാനപ്പെട്ടതാണെന്ന് പറയുന്നത് ഈ ഡ്രോൺ ബേസ്ഡ് ഐബോർഡ്. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെയുള്ള പ്രതീക്ഷ ഇന്നത്തെ തെരച്ചിലിനെ പറ്റി മിനിസ്റ്റർ എന്താ? നമ്മൾ സാങ്കേതിക വിദ്യയുടെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ ഡ്രോൺ വച്ചിട്ടുള്ളതും അതിനെ സംബന്ധിച്ച് മനുഷ്യജീവൻ അറിയാവുന്ന സംവിധാനങ്ങൾ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ 6 മേഖല തിരിച്ചിട്ടുള്ള പ്രവർത്തനമാണ്. അപ്പോൾ ഇത് നമ്മൾ നിൽക്കുന്ന 3ാമത്തെ സോണിലാണ് നിൽക്കുന്നത്. ഇന്നിപ്പോൾ ശരീര അവശിഷ്ടങ്ങൾ കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ കിട്ടിക്കൊണ്ട് 6ാമത്തെ സോണിലാണ്, ഏറ്റവും ഒടുവിലാണ്. ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. നമ്മൾ ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ 1300 പേരാണ് ഇപ്പോൾ നിലവിൽ ഫോഴ്സിലുള്ളത്. ഇന്നത്തതിൻ്റെ ഒരു വർക്കിൻ്റെ അനാലിസിസിന് ഇപ്പോൾ വൈകുന്നേരമായിരിക്കും നമ്മൾ നടത്തുക. എന്തെല്ലാം മാറ്റങ്ങളാണ് ഇന്നുണ്ടായിട്ടുള്ളത്, ഇനി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് സാധ്യമാകാവുന്ന എല്ലാ വഴികളും ഉപയോഗിച്ചിട്ട് രക്ഷപ്പെടുത്താൻ കഴിയാവുന്ന പരമാവധി രക്ഷപ്പെടുത്തുക. കണ്ടെടുക്കാൻ കഴിയുന്ന മനുഷ്യ ശരീരങ്ങൾ ജീവൻ നഷ്ടപ്പെട്ടതിന് വീണ്ടെടുക്കുക. അവർക്ക് അന്തസ്സോടുകൂടി ആദരവോടുകൂടി ഒരു വിടവാങ്ങൽ നൽകുക. അതാണ് ഇപ്പോൾ എല്ലാവരും കേന്ദ്രീകരിക്കുന്നത്. ഒപ്പം തന്നെ ഇതിനോട് സൈമൾട്ടേനിയസ്ലി ഇനി നമ്മൾ ഒരു റീബിൽഡിങ്ങിലേക്ക് പോകുക. ഈ 2 ഭാഗങ്ങളാണ് ഇപ്പോൾ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ധനസഹായം നൽകുന്നതിനോ അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട പുനരധിവാസം നടത്തുന്നതിനോ ഒക്കെ ഒരു കൃത്യമായ കണക്ക് സർക്കാരിനെ സംബന്ധിച്ച് ആവശ്യമാണല്ലോ. ഇപ്പോൾ ഈ കണക്കുകളുടെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തം. അപ്പോൾ അത് സ്വാഭാവികമാണ്. പക്ഷേ മരണസംഖ്യ നമുക്ക് കൃത്യമല്ല. 206 കാണാതായവരിൽ ഔദ്യോഗികമായ കണക്ക്, അതും കൃത്യമാണോ എന്നറിയില്ല. അപ്പോൾ ഈ കണക്കുകൾ ക്രോഡീകരിക്കാനും കൃത്യമാക്കാനും ഒരു സംവിധാനമുണ്ടോ? അതിലിപ്പോൾ നമ്മൾ 217 മറ്റാണല്ലോ ഔദ്യോഗികമായിട്ട് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ബാക്കി ശരീരഭാഗങ്ങളുണ്ട്. അത് DNA പരിശോധനയ്ക്ക് ശേഷമായിരിക്കും നമുക്ക് അത് ആരുടേതാണ് എന്താണ് എന്നറിയാൻ കഴിയുള്ളൂ. അത് കിട്ടിക്കഴിയുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന 2 ഭാഗങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ ഒരാളുടേതാകാം, ചിലപ്പോൾ 2 ആളുടേതാകാം, അപ്പോൾ കാണാതായ ആളുകളുടേതാകാം, നമ്മുടെ ലിസ്റ്റിൽ പെട്ടിരിക്കുക. അപ്പോൾ അതൊരു സമയമെടുക്കുന്ന പ്രക്രിയയാണ്. അപ്പോൾ DNAക്ക് ഇപ്പോൾ പ്രോട്ടോക്കോൾ എല്ലാം തന്നെ വന്നിട്ടുണ്ടല്ലോ, ആരോഗ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ നമുക്ക് ലഭിച്ച മനുഷ്യ ശരീരങ്ങൾ കൂടാതെ, തിരിച്ചറിഞ്ഞത് കൂടാതെ എത്ര പേര് കൂടി യഥാർത്ഥത്തിൽ മരണപ്പെട്ടവരുണ്ട്. പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചില നടപടിക്രമങ്ങൾ, ഇപ്പോൾ ഫ്ലഡിൻ്റെ സമയത്തെല്ലാം ചിലത് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ചില നടപടിക്രമങ്ങൾ വയ്ക്കും. അത് പരസ്യപ്പെടുത്തുക, FIR ഇടുക, പോലീസ് സ്റ്റേഷൻ വഴി, ഇങ്ങനെ ചില നടപടിക്രമങ്ങൾ അന്ന് ഫ്ലഡിൻ്റെ സന്ദർഭത്തിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ അത്തരത്തിലുള്ള ചില നടപടിക്രമങ്ങൾ കൂടി ആവശ്യമായിട്ട് വരും. അതുകൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെയുള്ള നേരത്തെയുള്ള നമ്മുടെ അവിടുത്തെ ജനസംഖ്യ കണക്ക് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മറ്റ് റെക്കോർഡുകളിലുണ്ട്. ആ കണക്കുമായി ബന്ധപ്പെട്ട് പിന്നെ മിസ്സിംഗ് ഇത്ര നാളുകൾക്ക് ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ടോ, ഇങ്ങനെ ഒരു പ്രോസസ്സിലൂടെ മാത്രമേ നമുക്ക് ആക്ച്വൽ ഫിഗേഴ്സിലേക്ക് ഏറെക്കുറെയെങ്കിലും എത്താൻ കഴിയുകയുള്ളൂ.